സോ ഹലോ ഗൈസ്, എന്നൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഒരു വില്ലേജ് ബ്രീഡർ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ യാത്ര ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പണിയാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തത് ഇതുപോലെ ഫുള്ള് എന്ത് ചെയ്തു, കോപ്പിൾ സ്റ്റോണൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ ഫുൾ ഡേർട്ട് ആക്കുന്നുണ്ട്. ബിക്കോസ് മണ്ണുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാൻ പറ്റും. സോ അതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫുള്ള് ഡേർട്ടാക്കി അതിനെ ടിൽറ്റ് ചെയ്ത് ഫാം ലാൻഡ് ആക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ അത് ഫുള്ള് ഞാൻ ഫാം ലാൻഡ് ആക്കി. ഇനി നമുക്ക് ഇടയിലിടയിൽ കുഴി ഒഴിച്ചിട്ട് അതിനകത്തിൽ വെള്ളം ഒഴിക്കണം. ബിക്കോസ് നമുക്ക് ചെടി നടാൻ വെള്ളം വേണം. സോ അതിന് വേണ്ടി അപ്പോൾ അതുപോലെ ഇടയിലിടയിലായിട്ട് നമ്മളിങ്ങനെ വെള്ളം ബക്കറ്റിലെടുത്തിട്ട് കൊണ്ടൊഴിക്കണം. അപ്പോഴത്തേക്കും അവിടെ നമുക്ക് കുറച്ചും കൂടി നല്ല നനഞ്ഞ മണ്ണായിട്ട് കിട്ടും. സോ അതിന് വേണ്ടി അതിന് മുമ്പ് നമ്മളുടെ കമ്പോസ്റ്റർ എടുത്തിട്ടുണ്ട്. കമ്പോസ്റ്റർ എടുത്തതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. അതാകുമ്പോൾ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, പിന്നെ നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും, നമുക്കല്ല വില്ലേജേഴ്സിന്. സോ അതിന് വേണ്ടി ഞാനിങ്ങനെ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫുള്ള് ടിൽറ്റ് ചെയ്ത് ഫുള്ള് ഫാം ലാൻഡ് ആക്കുക. നേരത്തെ ഫാം ലാൻഡ് അല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ഡേർട്ട് വെച്ചിട്ട് ചെയ്തു. ഓക്കെ, അത് തറ. അത് നമ്മൾ എന്ത് ചെയ്തു, ഫാം ലാൻഡ് ആക്കുകയാണ്. കംപ്ലീറ്റ് ഫാം ലാൻഡ് ആക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നിടത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുക. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ചുറ്റിലും കടലാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം, എന്നാലാണ് അതൊരു ഫാം ലാൻഡ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫുള്ള് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാനായിട്ട്, നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആര് ജയിച്ചാലും തോറ്റാലും നമ്മുടെ ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ. സോ ആ ഒരാളേതാണെന്നുള്ളത് ചുമ്മാ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സീഡ് എടുത്ത് നടണം. ഞാൻ എൻ്റെ ഒരു ഫാം ഉണ്ടാക്കിയല്ലോ, അവിടെ നിന്നാണ് ഈ ഒരു സീഡ് കൊണ്ടുവന്നത്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നത് തീർന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫുള്ള് അടയ്ക്കുക, സോംബി കാര്യങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ഫുള്ളൊന്ന് അടച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അതങ്ങ് സെറ്റാവും. അതൊക്കെ അടച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ ഒരു തറ എന്ത് ചെയ്തു, അത് നമുക്ക് ബെഡും ബേബി വില്ലേജർ ഉണ്ടാകുമ്പം അത് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ അവിടെ ഫുള്ളൊന്ന് മൈൻ ചെയ്തെടുത്തിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം, ഒരു 8 ബ്ലോക്കിൽ, ഒരു വെള്ളം ഒഴുകി ഇതാവുന്നത് 8 ബ്ലോക്കിലാണല്ലോ. സോ ആ ഒരു 8 ബ്ലോക്ക് ലെങ്ത്തിൽ ഞാൻ ഒന്ന് ഇതുപോലെ ആക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് മേപ്പോട്ടൊന്ന് കുഴിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ സോംബിയല്ല, വില്ലേജേഴ്സ് അങ്ങനെ ഒഴുകി അങ്ങ് അവിടെ ചെന്ന് നിൽക്കും. ഇവിടെ ട്രാപ്പ് ഡോർ വെക്കുക, ബിക്കോസ് അതിങ്ങനെ പെട്ടെന്ന് വന്ന് വീഴാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ വലിയ വില്ലേജേഴ്സിനൊക്കെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു ടെമ്പററി ആയിട്ടൊരു കോബിൾ സ്റ്റോണും കൂടെ വയ്ക്കുക. കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ പണിയായിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് നമ്മുടെ ആ ഒരു വില്ലേജിൻ്റെ ഇടയ്ക്ക്. അപ്പം നമുക്ക് അവിടെ വരെ നടന്ന് പോവാന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഹങ്കർ നല്ലവണ്ണം കുറയും. ബിക്കോസ് അറിയാമല്ലോ, നല്ല ചാടി പോകുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഹങ്കറൊക്കെ കുറയും. സോ ആ ഒരു ഹങ്കറൊക്കെ ഇതാക്കാൻ വേണ്ടി ഞാനിവിടെ അവിടെ നിൽക്കുന്ന ഓരോ മൃഗങ്ങളെയൊക്കെ തള്ളിക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ വരെ ചെല്ലുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. എനിവേയ്സ്, ഞാൻ പെയ്യാണെങ്കിലും അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നടന്ന് ആ ഒരു സ്ഥലത്തെത്തി. ഇതാണ് ഈ ഒരു മലയിൽ പോകണം നമുക്ക്. സോ ഇങ്ങനെ നമ്മളിങ്ങനെ പോയി നമ്മളവിടെ ചെന്ന്, പക്ഷേ വീണ്ടും തിരിച്ചു വന്നു. അതിൻ്റെ റീസൺ നമ്മൾ കയറെടുക്കാൻ മറന്നുപോയി. നമുക്ക് ബോട്ട് വെച്ചിട്ട് വലിച്ചുകൊണ്ടല്ലേ വരാൻ പറ്റൂ. സോ ആ ഒരു കയറിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് വേറെ എന്തൊക്കെയോ ആണ്. അതായത് ഞാൻ ഇവിടെ കുറച്ച് സ്ട്രിങ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പേരെന്തുവാ, അതിൻ്റെ പേരെന്താ, ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സാഡിലും ഒന്ന് അടിച്ചു നോക്കുന്നുണ്ട്. ലെതറാണല്ലേ വേണ്ടത്. സോ ലെതർ വേണം നമുക്ക്. സോ ആ ഒരു ലെതർ ഒന്ന് ഒപ്പിക്കാം. ഒരു ഡയമണ്ട് അല്ല, ഒരു അയണും ഒരു ലെതറും. സോ ആ ലെതറും അയണും നമുക്ക് ഒപ്പിക്കാം. ഇനി ഞാൻ പോകുന്നത് ഈ സാഡിലൊക്കെ എടുത്തിട്ട് നമ്മളൊരു കുതിരേനെ കണ്ടുപിടിക്കാൻ പോവാണ്. ബിക്കോസ് നമ്മൾ അത്രയും ദൂരം പോകുമ്പോഴത്തേക്കും ഹങ്കറും കുറയും, പണിയാണ്, ഒത്തിരി ടൈം എടുക്കും. സോ അതിന് വേണ്ടി അവിടെ ഞാൻ ഓൾറെഡി ഒരു കുതിരേനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊന്ന് സാഡിലിട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, നോക്കാം. ഓക്കെ, വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റില്ല. അപ്പം
നമുക്ക് കയറെ വലിച്ചുകൊണ്ട് വേണം പോവാൻ അല്ലേ? അതൊരു പണിയാണ്. എന്തായാലും നമുക്ക് കയറി വലിച്ചുകൊണ്ട് പോവാം. ഞാനിങ്ങെത്തി. അപ്പം നമ്മുടെ ആ കുതിരേനെ അപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പോവാം. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് നല്ലോണം കുറച്ചിട്ടേക്കുവാണ്. സോ അതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ പോകാൻ ഇച്ചിരി ടഫാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഐലൻഡിലേക്ക് ഇനിയും പോവാം. എന്തൊരു കഷ്ടപ്പാടാണ് നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ വില്ലേജിൻ്റെ അവിടേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പോകണം. ഐസിനകത്ത് കുടുങ്ങി. എനിക്ക് സ്നോ കാണുന്നതേ പേടിയാണ്. അപ്പം നമ്മുടെ വില്ലേജിലെത്തി. നമ്മൾ എന്തിനായിരുന്നു വീട്ടിലോട്ട് പോയെന്ന് വെച്ചാൽ കയറെടുക്കാനാണ്. ഞാൻ കയറെടുത്തിട്ടുണ്ട്. ദൈവനെ ഇങ്ങനെ ഈ ഒരു ബോട്ടിനകത്ത് ഇങ്ങനെ കയറിതാക്കിയിട്ട് നമ്മൾ വലിച്ചുകൊണ്ട് പോകണം. അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു വില്ലേജിൽ നിന്ന് 2 പേരെ കൂടെ കൊണ്ടുപോയാൽ പോരെ, എന്തിനാണ് ഞാൻ ഒരാളെ വെച്ച് കൊണ്ടുപോകുന്നത്. സോ ഞാൻ ഒരാളെയും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ അത്യാവശ്യം വില്ലേജസ് ഉണ്ട്. അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. നമുക്ക് അവനെ അങ്ങ് ബോട്ടിൽ കയറ്റാം. കയറുമാൻ. ഓക്കെ, നമ്മളങ്ങനെ ബോട്ടിൽ കയറ്റി. നമ്മൾ ഈ ബോട്ടിൽ ഇട്ടിട്ട് നേരെ മറ്റവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. അപ്പം നമ്മളിവിടെ കൊണ്ടുവച്ചതേ ഉള്ളൂ. അപ്പം നമുക്കൊരു ബേബി വില്ലേജർ എന്തായാലും സ്പോൺ ആയിട്ടുണ്ട്. അപ്പം ഇവനെയും കൂടെ കൊണ്ടുപോകാം. നല്ല കാര്യമാണ്. സോ നമുക്ക് ഇവനെയും കൂടെ കൊണ്ടുപോവാം. അപ്പം നമുക്ക് എളുപ്പം ലാഭമായി. പക്ഷേ അവിടെ വരെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ടാസ്ക്. ഏതായാലും ഞാൻ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഈ കടൽ കിടക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വില്ലേജേഴ്സിനെയും ഒരു കുട്ടീനെയും നമ്മൾ നമ്മുടെ നാട് വിടുകയാണ് ഗൈസ്. ഓക്കെ, ദൂരദേശത്തേക്ക്. ഭയങ്കര ഒരു സ്റ്റോറിയൊക്കെ അങ്ങനെ കിട്ടും. സോ നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു ബ്രീഡറിലേക്ക് അതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നോണ്ടിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ പില്ലർ ഇതിങ്ങനെ ചാടി അതിനിങ്ങനെ ഓരോ ബ്ലോക്ക് എനിക്ക് ഈ ബോട്ടിൻ്റെ അതിനകത്തോട് കയറ്റാൻ പറ്റുമെന്ന് ഞാൻ സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത്. സോ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങി പെയ്യെ പോവാം കേട്ടോ. സീനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെയ്യെ ഇറങ്ങി നമ്മൾ നമ്മുടെ ബ്രീഡറിലേക്ക് വന്നിട്ടുണ്ട്. സോ എനിക്കിനി അവൻ്റെ ബോട്ട് അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. 1ാമത്തെ പൊട്ടിച്ചു. ആൻഡ് ഓൾസോ 2ാമത്തെയും പൊട്ടിച്ചു. സന്തോഷം. അപ്പോൾ അവർ 2 പേരും ജോലിയൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ ജോലികൾ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇവിടെ അത്യാവശ്യമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇവന്മാരെ തന്നെയാണ് ഇങ്ങനെ നിറച്ചത്. ഇവന്മാരും മറ്റേ പൊട്ടറ്റോ ഒക്കെ നട്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ മാത്രമേ കൊടുത്തുള്ളായിരുന്നു. എനിവേസ് സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുറച്ചിട്ട് കൊടുക്കും. അമ്മരതൊക്കെ എടുത്ത് നടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് 20 വില്ലേജേഴ്സിനെയാണ് വേണ്ടത്. സോ ആ 20 വില്ലേജേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ആൻഡ് എന്തിനാണ് ആ 20 വില്ലേജേഴ്സ് പറഞ്ഞുതരാം. അടുത്ത വീഡിയോയിലോ എപ്പോഴായാലും നിങ്ങൾക്ക് ആ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിരിക്കും. അതെന്തിനാണ് ആ 20 വില്ലേജേഴ്സ് എന്നുള്ളത്. സോ ഇപ്പോഴേ ഞാൻ ആ ഒരു സർപ്രൈസ് പൊട്ടിക്കുന്നില്ല. ഓക്കെ, ഈ പൊട്ടന്മാരെ കൊണ്ട് എന്താ ചെയ്യാനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ആ കമ്പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക. എന്താ ചെയ്യാനാന്ന് പറ. ആവശ്യമില്ലായിരുന്നെങ്കിൽ എടുത്ത് ലാഭിക്കാത്തുണ്ടായിരുന്നു. പിന്നെ ലാഭമില്ല, അതുപോലെ കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഇവന്മാർ ഇത് ഫുള്ള് ചവിട്ടി നശിപ്പിക്കുകയാണ്. എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ. ഓക്കെ, എന്തായാലും മൂടുപോയി വീഡിയോ എടുക്കാനുള്ള മൂടുപോയി ഇവന്മാർ കാരണം. ആഫ്റ്റർ എ ലോങ് ഡേയ്സ് നമ്മൾ വില്ലേജ് ബ്രീഡറിലേക്ക് വന്നപ്പോൾ ഇവിടെ ഞാൻ ചെസ്റ്റിനകത്ത് ബാക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. ആ ഒരു ചെസ്റ്റിനകത്ത് നമുക്ക് ഈ ഒരു ഹോയും കമ്പോസ്റ്ററും മാത്രം വെക്കാം എന്ന രീതിയിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എല്ലാം എന്തിനാ വളർന്നിപ്പുണ്ടെന്ന് നോക്കി. ഇതവിടെ കുറച്ച് വളർന്നിപ്പുണ്ട്. സോ അതൊക്കെ ഞാൻ പൊട്ടിച്ച് ആ മർക്ക് തന്നെ ഉടനെ വന്നങ്ങ് എടുത്ത്. അവിടെ ഒരു കുട്ടിയല്ലേ അത്? ഞാൻ കണ്ടില്ല കേട്ടോ. അത് ഇപ്പോഴാണ് ഞാൻ കണ്ടോ ഒരു കുട്ടി. നമ്മുടെ ആദ്യത്തെ വില്ലേജറാണ് അത്. പക്ഷെ അവൻ അങ്ങോട്ട് കുഴിക്കകത്തോട്ട് പോകുന്നില്ല. അതാണ് ഒരു പ്രോബ്ലം. സോ നമുക്ക് അവനെ തള്ളിയിടാൻ നോക്കാമല്ലേ. ഇവന്മാർ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. അതാണ് സീന്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ആ കുഴിക്കകത്തോട്ട് പിടിച്ചിടാം. സക്സസ്. മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ അവനെ കുഴിക്കകത്ത് തള്ളിയിട്ടിട്ടുണ്ട്. ഇതിങ്ങനെയാണെങ്കിൽ എങ്ങനെ വർക്കാവും? സാരമില്ല, ഞാൻ തള്ളിയിട്ടോളാം, കുഴപ്പമില്ല. നമുക്ക് വില്ലേജേഴ്സിനെ കിട്ടിയാൽ പോരെ. ഓക്കെ, അപ്പോൾ എന്തായാലും അവനിങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ റീസൺ അവിടെ മറ്റേ ഇൻഫിനിറ്റി വാട്ടറിൻ്റെ സംഭവം ഇങ്ങനെ നേരെ ആവത്തില്ലേ വാട്ടർ, അങ്ങനെ ആയിരിക്കും. അത് ഞാൻ പിന്നെ മാറ്റുമ്പോൾ അങ്ങ് സെറ്റ് ആയിക്കോളും.
പിന്നെ എനിക്ക് 2 വില്ലേജറിനെയും കൂടെ കിട്ടി. ബിക്കോസ് ഞാനാണെങ്കിൽ നമ്മുടെ 3 ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റി ഒരു 6 3 4 5 6 7 ബെഡാക്കി. അപ്പോഴത്തേക്കും അത്യാവശ്യം ഇങ്ങനെ പെട്ടെന്ന് ബ്രീഡാകാൻ തുടങ്ങി. അപ്പോൾ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഇന്നലെ ഞാൻ കുത്തിയിരുന്ന് കളിച്ചു. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടു. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി എടുത്തതാണിത്. പക്ഷേ എനിക്ക് പനി പിടിച്ചു കേസ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം അവസ്ഥയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്തായാലും നാളെയൊക്കെ വരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.